क्या हो रही है अनिका क्या सीन ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു ഇതാണ് കേട്ടോ, മൂവിക്ക് പോവാണ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് മൂവിക്ക് പോകണം. അപ്പോൾ അത് നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് പോകണം, അല്ലെങ്കിൽ എല്ലാ വീക്കും നാട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ നമ്മളത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ഷോയ്ക്കാണ് പോയത്. കരിഞ്ഞ് മുരിയണം വെയിലായിരുന്നു, എന്തോരം വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വഴികാട്ടിയാണ് അവളെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിയേറ്റർ എത്തി. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ 4 പേർക്ക് ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ ഫാനിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കാം. അപ്പോൾ മൂവി കാണുമ്പോൾ പോപ്കോണൊക്കെ മെയിനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതാ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അനക കേച്ചി എന്ന് പറയുമ്പോൾ അവളിങ്ങനെ ആക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് അവസാനം ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, പക്ഷേ എല്ലാവരും പറയുന്നത് പാലക്കാടിൻ്റെ അത്രയ്ക്ക് ചൂടില്ല മലപ്പുറത്ത് നിൽക്കുകയാണ്, ഞാൻ അവിടുത്തെ ചൂട് കൊണ്ട് വന്നില്ലായിരുന്നു. പക്ഷേ എവിടെയാണെങ്കിൽ എനിക്ക് ചൂട് തന്നെ. അപ്പോൾ അവസാനം നമ്മളത് പോപ്കോണൊക്കെ വാങ്ങി ഒരു ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വാങ്ങിച്ച്, അതായത് മൗണ്ടൻ ഡ്യൂ വാങ്ങിച്ച് ഞങ്ങളത് അകത്തേക്ക് കയറി. With 96% in 12th standard board, welcome on stage are the winner to receive gold medal. സിനിമയൊക്കെ തുടങ്ങിയപ്പോൾ ഇൻ്റർവ്യൂലായപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും എന്നെ പറയുന്നത് എന്ത് വ്ളോഗറാണ്, ഇതുവരെ സിനിമ കണ്ടിട്ടില്ലാണ്. പക്ഷേ എനിക്ക് ഇതൊന്നും ഒരു പുതിരയില്ല എന്ന് പറഞ്ഞാൽ ഇത് ഈ ചെവിക്കൂടെ കേട്ട് ആ ചെവിക്കൂടെ വിടുന്ന ഒരു മട്ടിലായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നോ, പിന്നെ വീണ്ടും അകത്ത് കയറി. ഞങ്ങളതിൻ്റെ ഫോട്ടോക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അകത്ത് കയറി കുറച്ച് നേരം സിനിമ കണ്ടിട്ട് കഴിഞ്ഞു. ഞങ്ങളിതാ കഴിഞ്ഞിട്ടുള്ള അവർ എന്താ ഒരു പക്ഷിയാണ് നിങ്ങളൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ട് സിനിമ ഉണ്ട് ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് സിനിമ ഉണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി, തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നടന്ന് പോകുമ്പോഴാണ് ബോച്ചിൻ്റെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിനെ ഒന്ന് നിരീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് ഇങ്ങോട്ട് കയറി. പിന്നെ അവിടെ നേരെ പോയത്, അത് കഴിഞ്ഞ് നേരെ പോയി ഞങ്ങൾ പൊന്നാനിക്കാണ്. അപ്പോൾ ഞാൻ ഇതുവരെ വന്നിട്ട് ഞാൻ ഇവിടേക്ക് പോയിട്ടില്ല, പൊന്നാനി ബീച്ചിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇതുവരെ പോയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിരുമ്പോൾ പുതിയ കുട്ടിയും കൂടി ഇന്ന് ശ്രദ്ധ അർച്ചനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, അനഘനെയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളത് അവിടെ എത്തി, ബസ്സിലായതുകൊണ്ട് അവിടെ എത്തി. അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാണ്ട്. അപ്പോൾ നമുക്ക് വഴി അറിയില്ല, നമ്മൾ 3 ആൾ ആദ്യമായിട്ടായതുകൊണ്ട് അനഘയാണ് ഞങ്ങളുടെ വഴികാട്ടിയായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇത് പൊന്നാനി സബ് ജയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ 3 ക്രിമിനലാണ്, ഇവർ പിടിച്ചകത്തിടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചളിയും പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുള്ള ഒരു ദൂരമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വണ്ടിയിലായിരുന്നു. ഞങ്ങളെപ്പോഴും നടന്നു പോകുന്നതായിട്ട് ഞാൻ ആരെയും കണ്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ അടുത്തുള്ളവർ കുറേ പേര് അവിടെ കളിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ കടലിൽ ഒരു വെയിലൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കാരണം സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് അധികം വെയിലായിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ കടൽ ഭയങ്കര കടലാണല്ലോ, എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് കടൽ. പക്ഷെ ഞാൻ പ്രതീക്ഷ ഒരു നല്ല വലിയ ഇതുപോലെ ആയിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചത്ര ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, സൺഡേ അല്ലേ. പിന്നെ ഇത് ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ, പൊന്നാനിലുള്ള ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ലൈറ്റ് ഹൗസ് കണ്ടിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല, ആരും അനഘ മാത്രമേ ഇതിനകത്ത് കയറിയിട്ടുള്ളൂ. ഇപ്പം നമ്മളാരും കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് കയറാമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ടൈം കഴിഞ്ഞ് 5:30 വരെ അതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കാഴ്ച വസ്തുവല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ട് വന്ന് ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 ആളും നിരാശ മനസ്സോട് ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് വീണ്ടും ബീച്ചിൻ്റെ സൈഡ് വന്നത്. ആ ഒരു സങ്കടമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പോട്ടെ ഇനി ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കടലിൽ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതാണ് എൻ്റെ ഒരു സൺഡേ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ നേരെ തിരിച്ചു. ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.